പത്തനംതിട്ട ജില്ലാ ജയിലിൽ തടവിൽ കഴിയവേ സരിത എഴുതിയ കത്ത് കമ്മീഷന് മുമ്പാകെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ലോയേഴ്സ് അസോസിയേഷൻ കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. കത്ത് ഹാജരാക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമുണ്ടെന്ന് സരിതയുടെ അഭിഭാഷകൻ കമ്മീഷനെ ബോധിപ്പിച്ചു. എന്നാൽ കത്ത് കമ്മീഷന് മുമ്പാകെ ഹാജരാക്കുമെന്നും അതിനായി തന്റെ അഭിഭാഷകന്റെ അഭിപ്രായം തേടുമെന്നും സരിത പിന്നീട് വ്യക്തമാക്കി. ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് എന്താണ് അവരുടെ അതിന്റെ ഉള്ളിലെ റിക്വയർമെന്റ് എന്താണെന്ന് നോക്കിയിട്ട് ഹാജരാക്കണോ വേണ്ടത് തീരുമാനിക്കും. ഹാജരാക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വാസം. ഹാജരാക്കാതിരിക്കില്ല. എറണാകുളം ACGM MV രാജു തന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതാണ്. എന്നാൽ പിന്നീട് തനിക്ക് പറയാനുള്ളത് രേഖാമൂലം എഴുതി നൽകാൻ മജിസ്ട്രേറ്റ് ഉത്തരവിടുകയായിരുന്നുവെന്ന് സരിത മൊഴി നൽകി. സരിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു MV രാജു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. തന്റെ കത്ത് 21 പേജുള്ളതാണെന്നാണ് ജയിൽ സൂപ്രണ്ട് നൽകിയ മൊഴി. എന്നാൽ ഇതിൽ കൂടുതൽ പേജ് കത്തിലുണ്ടായിരുന്നു. ഈ കത്ത് ഒരു ഹൈക്കോടതി അഭിഭാഷകന് കൈമാറുന്നതിനായി R ബാലകൃഷ്ണപിള്ളയ്ക്ക് നൽകിയെന്നും സരിത മൊഴി നൽകി. പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ തന്റെ പക്കലുണ്ടായിരുന്ന ബാഗിൽ 54,000 രൂപ, ലാപ്ടോപ്പ്, 4 മൊബൈൽ ഫോൺ, 3 പെൻഡ്രൈവ്, 6 CD എന്നിവയുണ്ടായിരുന്നു. എന്നാൽ കോടതിയിൽ ഹാജരാക്കിയത് ലാപ്ടോപ്പും 2 മൊബൈൽ ഫോണും മാത്രമാണ്. സരിതയെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച വാദം അടുത്ത സിറ്റിംഗിൽ നടക്കും. മീഡിയ 1 കൊച്ചി.